ആ അല്ല ഇതെനിക്കാണോ? കുഞ്ഞാപ്പ ചേട്ടാ എന്താ കുഞ്ഞാപ്പു വാട്ട് ഇസ് ദിസ് കോക്കനട്ട് വാട്ടർ? അതെന്താണ് രണ്ട് ചെവിയുള്ള അതെ, സാധനം? 2 സ്ട്രോ എന്തിനാ? ഞാൻ അയ്യോ എന്ത് വൃത്തികേടായിരിക്കും. കുഞ്ഞാപ്പു അതിന് ഈ പഞ്ചായത്തിന്റെ വേറെ ഇല്ല, പരിപാടിയാണ് ഇത്. ഒന്നുമില്ല വെഡിങ് റിസപ്ഷൻ അല്ല. ഒന്നുമില്ല. എന്റെ പഞ്ചായത്തിന്റെ ഏരിയയിൽ വന്നിട്ടാണ് നിങ്ങൾ ഇവർ ഈ പരിപാടി നടത്തിയത്. എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കുഞ്ഞാപ്പു. ഞാൻ പരിചയപ്പെടാൻ കാത്തിരിക്കരുത്. ഭയങ്കര സന്തോഷം. അപ്പൊ താങ്കൾ പോലും പറയാതെ താങ്കൾ ഞങ്ങൾ ഈ തോന്നിയാസക്കരക്കാരുടെ കരിക്ക് വിപണന കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയിരിക്കുകയാണ്. താങ്ക്സ്. ഇത് ആര് പറഞ്ഞു? അല്ല കുഞ്ഞാപ്പു അത് ആസിയോടൊന്ന് ചോദിക്കേ. ഇല്ല അങ്ങനെയല്ലല്ലോ അത്. അപ്പൊ നമുക്ക് എനിക്കിതിൽ പങ്കില്ല. എന്നോട് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നടക്കൂല. അടുത്ത് ചോദിക്കണം, അല്ലാണ്ട് അത് ഒരാളുടെ അനുവാദം ഇല്ലാതെ ഇമ്മാതിരി വൃത്തികേട്. ഇത് മര്യാദയല്ല. ഇത് ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. പൈസ എല്ലാം കൊടുത്തോ? ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ തോന്നിയാസക്കരയുടെ കരിക്ക് വിപണന കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രശസ്ത സിനിമാ താരം, സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ, അടിപൊളി നടൻ ആയ ആസിഫ് അലിയെ ഔപചാരികമായി തെരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ ഈ അനുരാഗ കരിക്കും വെള്ളം കുടിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. അല്ല ഈ 2 സ്ട്രോ എന്താ? അനുരാഗ കരിക്കും വെള്ളം അഭി കുടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ട്രോ ആർക്കായിരിക്കും? ആസിഫേ, ഒന്ന് കുടിക്കാനും ഒന്ന് തുപ്പാനും. അല്ല ഇത് വെച്ചങ്ങ് എറിഞ്ഞേനെ. ആസിഫിക്ക ഇത് ഒരു സ്ട്രോ അഭിക്ക്. അബിക്ക്. ഓക്കെ. അപ്പൊ ഈ അനുരാഗ കരിക്കും വെള്ളത്തിന്റെ രണ്ടാമത്തെ സ്ട്രോ ആർക്കായിരിക്കും? ഓ ആർക്കായിരിക്കും? എലിക്ക്. എലിസബത്ത് എവിടെ? എലിസബത്ത് എവിടെ? എലിസബത്ത് എവിടെ? എലിസബത്ത് എലി. ഇതാണോ സ്ഥലത്തെ എലിയെ പുകച്ച് പുറത്തേടിക്കുന്നത്? വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു സോ മച്ച് പാർവതി. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് പുതിയ ഹാപ്പി ഓണം ആദ്യം തന്നെ എല്ലാവർക്കും. ഹാപ്പി ഓണം. യെസ്, ഹാപ്പി ഓണം. ഭയങ്കര സന്തോഷമുണ്ട് ഓണത്തിന്റെ ദിവസം ഇന്നിവിടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം സൂപ്പർ സ്റ്റാറിന്റെ ഇവിടെ വരാൻ സാധിച്ചതിൽ ആൻഡ് വിത്ത് ആസിഫ് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. ചേച്ചി ഇവിടെ ഒരു കരിക്ക് അതിന് കുറച്ച് നേരെ നോക്കിയിരിക്കണം. എന്താ എലിയെ പുകച്ച് പുറത്തേടിക്കാൻ മാത്രമല്ല ഒരു തേങ്ങ തരുന്നുണ്ട്. പറയൂ കുഞ്ഞാപ്പ ചേട്ടാ. അപ്പൊ ഈ അനുരാഗ കരിക്കും വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അതൊന്ന് നിർവഹിക്കണം. അപ്പൊ എന്താ ഞങ്ങൾക്ക് എന്ത് നിർവഹിക്കണം? സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് ആസിഫിക്ക് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അവരെടുത്തു. ഇളനീരിന്റെയോ? തേങ്ങയുടെ കരിക്ക് സംഘടനാ കേന്ദ്രം ഞങ്ങളെ കരിക്ക് സംഘടനയോ? തോന്നിയാസ കമ്മിറ്റി. അപ്പൊ ഇത് എനിക്ക് എന്ത് ഗുണം ഉണ്ടാവും ഞാൻ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയാൽ? അത് പറ. അത് മെയിൻ ആണ്. എന്താണ് ഞങ്ങൾക്ക് എന്താ കിട്ടുക? ചാവൂല. അല്ല സാമ്പത്തിക ലാഭം അങ്ങനെ അതൊക്കെ പറ. സാമ്പത്തിക ലാഭമുണ്ട്. എന്റെ കൂടെ കൂട്ടാം, പാർട്ട്ണറാക്കാം, ഷെയർ തരാം. ഓക്കെ. പോവാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് അഭിനയിക്കാം. അതേത് സ്ഥലം? തെങ്ങിന്റെ വെള്ളം. കുഴപ്പമില്ല, ഇത് നല്ലൊരു കാര്യത്തിനല്ലേ. പാവല്ലേ ഇനി ഇങ്ങനെ ഞങ്ങളുടെ പഞ്ചായത്തിൽ വെച്ച ഈ പരിപാടി അതുകൊണ്ടാ ഇന്നത്തോടെ അവസാനിച്ചു. കുഴപ്പമില്ലല്ലോ. ഇല്ല, ഗ്രാൻഡ് ഫിനാലെ. ഫിനാലെ ഒരു എലിയുടെ കൂടെ ആദ്യമായി ഒരാൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി അത് ചെക്ക് ചെയ്തതാ കേട്ടോ. കുഞ്ഞാപ്പ ചേട്ടാ കിട്ടേണ്ട കിട്ടിയല്ലോ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇനി ശല്യം ഉണ്ടാക്കരുത്. ഒരിക്കലും ഇല്ല. പരിപാടി ഇവിടെ നടത്തിക്കോട്ടെ. വേറെ മാറ്റമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ, ഒരു മാറ്റമില്ല. ഇപ്പൊ ഒരു കുറവില്ല. കുടിച്ചിട്ട് വേറെ പ്രശ്നം തോന്നണല്ലോ? ഇല്ലല്ലോ. അങ്ങനെ ചോദിക്കും എനിക്കൊരു ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി കോമ്പറ്റീഷനിലേക്ക് പോകുന്നതിന് മുന്നേ രജിഷ ഒരു ടാസ്ക് കൂടെ ഉണ്ട്. ലെവൽ ക്രോസ് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്. ലെവൽ ക്രോസ് ഒക്കെ കഴിഞ്ഞ് കടന്നൊരാൾ അപ്പുറത്ത് പോയിരിക്കാണ്. എന്തായിരുന്നു ടാസ്ക്? എന്തായിരുന്നു പറഞ്ഞു കൊടുക്കൂ ധ്യാൻ ചേട്ടാ. എന്റെ ടഫ് ടാസ്ക് ആയിരുന്നു. എന്തായിരുന്നു? ഞാൻ അഭിനയിച്ച പടത്തിലെ പേരുകൾ പറയാൻ.
കിട്ടല്ല ആയിരക്കണക്കിന് ഓ, നിനക്കൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. പക്ഷെ പറഞ്ഞു ഗിന്നസ് റെക്കോർഡിലോട്ട് എത്താറായി ഞാൻ അറിഞ്ഞ അഭിനയിച്ച പടങ്ങളിലെ അവന്റെ ക്യാരക്ടറിന്റെ പേരുകൾ. അത് മനസ്സിലായി. ഓ, അതാണോ ഞാൻ പാട്ടുപാടി നേരത്തെ പറഞ്ഞത്? എന്റെ പൊന്നളിയ ഒന്നും പറയണ്ട, ഇവിടെ മെഴുകി അവൻ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ടാസ്കിലേക്ക് പോവാം. ഓക്കെ, പ്രോപ്പർട്ടീസ് പ്ലീസ്. ഓക്കെ, അപ്പൊ ലെവൽ ക്രോസ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ആർ യു റെഡി? റെഡി. അപ്പൊ ഈ 3 ബലൂണിൽ 3 ടാസ്ക് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിക്കുക, അതിലെന്താണോ അത് ചെയ്യാ. സിമ്പിൾ. ബലൂൺ പൊട്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എനിക്ക്. ഓക്കെ, ആയിക്കട്ടെ. ഇമ വെട്ട മത്സരം. എന്ത് പറ്റാ കണ്ണടയ്ക്കാതെ. അപ്പൊ ആസിഫിക്കയും രജിഷയും നിക്കുക. കണ്ണടയ്ക്കാതെ ആരാണോ ഏറ്റവും കൂടുതൽ നേരെ നിൽക്കുന്നത്, അതെ, ആര് കണ്ണടയ്ക്കുന്ന ജയിക്കുന്ന ആൾക്ക് കരിക്ക്. ഒരു സ്ട്രോ, 2 സ്ട്രോ, 4 സ്ട്രോ. റെഡി? നിങ്ങക്ക് മ്യൂസിക് എന്തെങ്കിലും വേണോ? ഷാൻ ഒരു പാട്ട് പാടും. എന്നാ ആദ്യം ചിലപ്പോ കണ്ണടച്ച് പോയാലോ? കണ്ണടിച്ചു പോകും. ധ്യാൻ ചേട്ടൻ പാടുന്നോ? വേണ്ടെന്നല്ലേ, 2 കണ്ണടിച്ചു പോവും. വായും തുറക്കും. മഞ്ജരി ചേച്ചി, വൈ നോട്ട്? ഓക്കെ, അഞ്ചര റെഡിയാ. കണ്ണടയ്ക്കാൻ പാടില്ല. അപ്പൊ ഇവര് കണ്ണ് ചിമ്മുന്നത് വരെ ഞാൻ പാടിക്കൊണ്ടിരിക്കണം. അതെ, മൊത്തം 3 പേർക്കാണ് പണി. ശരിക്കും ടാസ്ക് എവിടെയാന്ന് മനസ്സിലായല്ലോ. ഇപ്പഴാ മനസ്സിലായത്. ഇത് മിക്കവാറും ചെയിൻ സോങ് ആവും. അപ്പോ ആസിഫിക്കയും രജിഷയും തമ്മിലുള്ള ഇമ വെട്ട മത്സരം നടക്കാൻ പോവാണ്. റെഡി? ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, അണിയാരപ്പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാം, തിരുദേവിക്കോവിലിനുള്ളിൽ തിറയാട്ട. എത്ര നേരം നോക്കി നിൽക്കും ചേട്ടാ? സൈക്കിളിന്റെ പരിധിയില്ലേ? അപ്പോ ഈ ഇമ വെട്ട മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് രജിഷ. അപ്പൊ ഞാൻ എലിമിനേറ്റ് ആയി ആ സീറ്റിലേക്ക് പോവാണ്. രജിഷ ഈ സീറ്റ് ഇവിടെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ നിങ്ങൾ അത് കഴിഞ്ഞിരിക്കുകയാണ്, ഗംഭീരമായി പൂർത്തീകരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് പാറു ആ തോറ്റ ആളിനെ ഇങ്ങോട്ട് അയക്കും. ഞാൻ അവിടെ പോയി ഇരുന്നോളാം. ബൈ. ശരിക്കും ഞാനാ തോറ്റത്. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലയിൽ 2 ആങ്കർമാർ. അല്ല, ശരിക്കും ആങ്കറിംഗ് ആയിരുന്നല്ലോ രജിഷ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. അന്ന് ആങ്കറിംഗ് ചെയ്ത് പാർവതി ആങ്കർ ചെയ്ത് ആക്ടിങ് ചെയ്തു എന്ന് അറിഞ്ഞു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? തിരിച്ചൊക്കെ പറ. നല്ല എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് അല്ലേ? എനിക്കൊന്ന് ക്യാമറ ഫിയർ ഇല്ല നമുക്ക്. അതെ അതെ. പിന്നെ നമ്മൾ അഭിനയിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ സിനിമയിലുള്ള ക്രൂവിലുള്ള ആൾക്കാർ മിക്കവാറും ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു അവരെല്ലാവരും. പിന്നെ ആസിഫിനെ പോലെ ഞാൻ ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള കോ ആക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ആസിഫാണെന്ന്. അല്ല, അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയൊരാൾ വരുമ്പോൾ നമ്മൾ അവരെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുക. ഞാൻ വരുമ്പോൾ ആസി സ്റ്റാർ ആണ്, ഓൾറെഡി സ്റ്റാർ ആണല്ലോ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ആ ക്യാരക്ടേഴ്സ് രണ്ടും ഭയങ്കര ഒരു നല്ല റൊമാൻസ് ഇക്വേഷൻ ഒന്നുമല്ലല്ലോ, ഫുൾ ടൈം അടിയല്ലേ. അതെ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആസിഫിനെ ക്ലൈമാക്സിൽ അടിക്കുന്ന സീനിന്. അതെങ്ങനെയായിരുന്നു? അത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങള് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറയുമ്പോൾ പറയാലോ, അനുരാഗിൻ വെള്ളത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഈ പള്ളിയിലൊരു സെമിത്തേരിയിലാണ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം ഈ ഫുൾ ഗൗൺ ഒക്കെ ഇട്ട് റെഡിയായി വരും. അന്ന് മഴ പെയ്ത് ഷൂട്ട് ക്യാൻസലായി. 2ാമത്തെ ദിവസം വീണ്ടും റെഡിയായി വന്നു. അന്ന് വേറെ എന്തോ ഒരു ഇഷ്യൂ കാരണം ഷൂട്ട് ക്യാൻസലായി. അപ്പൊ എനിക്ക് എന്റെ ടെൻഷൻ മൊത്തം അടിക്കണല്ലോ. അങ്ങനെ എന്നിട്ട് 3rd ഡേ ആയി ഷോർട്ട് ആകുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ആസിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആസി എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്ക് ശരിക്കും അടിച്ച ശീലമുള്ളൂ, എനിക്ക് അഭിനയിച്ചടിക്കാൻ എനിക്ക് അറിയില്ല, എനിക്ക് ശരിക്കും ജെനുവിൻലി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആസി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ശരിക്കും അടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ
എന്നാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഇല്ല, ആൻഡ് ഹി വാസ് വെരി സ്പോർട്ടീവ്. ഹി സെഡ് കി ഇല്ല നീ അടിച്ചോന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ റിഹേഴ്സൽ പോയി ക്യാമറയ്ക്ക് വേണ്ടി. അങ്ങനെ റിഹേഴ്സൽ നമ്മൾ ആ സീൻ ഡയലോഗ് ഒക്കെ പറഞ്ഞ് അടിക്കാൻ വേണ്ടി ഷോർട്ട് അടിക്കൂല പേടിക്കണം. ഞാനിങ്ങനെ കൈ ഓങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് റഹ്മാൻ കട്ട് എന്ന് പറഞ്ഞു. കേട്ടു. അപ്പൊ ആസി കേട്ടോണ്ട് ആസി തിരികെയും ചെയ്തു. എനിക്ക് കൈ നിർത്താനും പറ്റിയില്ല. നേരെ പോയി ചെവിക്ക് ഒരൊറ്റടി. ആസിന്റെ ചെവി ഫുൾ ചുമന്ന് വന്ന് എൻ്റെ ഫുൾ കിളിയും പോയി. ആൻഡ് ഇറ്റ്സ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് സീൻ. ഞാനിങ്ങനെ അപ്പൊ ആസിയുടെ മുഖം ഇങ്ങനെ മൊത്തത്തിൽ, കാരണം നല്ല അടിയാണ്. അപ്പൊ എന്നിട്ട് ഞാനിങ്ങനെ സ്റ്റക്കായി പോയി. ഒരു 2 minutes കഴിഞ്ഞ് ആസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും, തീർന്നു, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ആസിന്റെ അടുത്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, നീ ഇത്തവണ ശരിക്കും അടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഫസ്റ്റ് ടേക്കിൽ അത് ഓക്കെ ആക്കി. പക്ഷെ ഒരു പുതിയ ആക്ടർ എന്ന നിലയിൽ ദ സപ്പോർട്ട് ദാറ്റ് ഹി ഗേവ് മീ, അതെനിക്ക് സത്യം പറയാൻ എനിക്കൊരു ലെസണായി. ഇന്ന് ഞാനിപ്പോൾ പുതിയൊരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മളത് എടുത്തു പോകും. അത് ദിസ് ഇസ് സംതിങ് യു ക്യാരി ഫോർവേഡ്, ഒരു ലെഗസി പോലെ ആയിരുന്നു. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു സൂപ്പർ. അന്ന് നല്ല ധൈര്യം സമ്മതിച്ചല്ലേ ആസി? ഇത്ര ഒരു കൊല്ലാനൊരു അടി വാങ്ങിച്ചിട്ട് പിന്നെ നീ എന്നെ അടിച്ചു. ചേട്ടാ അതിനു മുന്നേ 25 ദിവസം ഷൂട്ട് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്കറിയാം ഇത് ഒറിജിനലായിട്ട് അടിക്കുവാണെങ്കിൽ ഇവിടുന്ന് കഴിഞ്ഞു പോകാലോ. ഇതാണ് പ്രശ്നം. ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് ഈ ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ചില ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, പക്ഷെ കണ്ടങ്ങനെ കൊല്ലാൻ അതുപോലെ